ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിക്ക് പോവാം. ഫൈനൽ എപ്പിസോഡ് സ്റ്റോറി നിങ്ങൾ കണ്ടിട്ട് ഫൈനൽ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഫൈനൽ എപ്പിസോഡ് സ്റ്റോറി. നമ്മളെ ഹീറോയി പറയാൻ തുടങ്ങി. ബേബീസ്, എന്ത് പറ്റും മോം? മമ്മി കുറച്ച് ലേറ്റായി, മമ്മിക്ക് പോവാം. മമ്മി പോവാണോ? അതേടാ. നിങ്ങൾ രണ്ടുപേരും ഡ്രോയിങ് പഠിക്കുക. മോം ഡ്രോയിങ്ങാ? അതെ, നിങ്ങൾ രണ്ടുപേരും നന്നായി ഡ്രോയിങ് പഠിക്കും. അത് മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും ഡ്രോയിങ് പഠിക്കുക. മോം, അതെ, നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രോയിങ് വരയ്ക്ക്, നിങ്ങൾക്കൊരു ചാൻസ് തരാം. മമ്മി ഡ്രോയിങ്ങാ? അതെ, നിങ്ങൾ നന്നായിട്ട് ഡ്രോയിങ് വരയ്ക്കും, നല്ല സൂപ്പറായി ഡ്രോയിങ് വരച്ചിട്ടുണ്ടല്ലേ. അത് മോം, ശരി, നിങ്ങൾക്കൊരു ചാൻസ് തരാം, ഈ ഡ്രോയിങ് വരയ്ക്ക് എന്ന് പറഞ്ഞിട്ട് മമ്മി പറഞ്ഞിട്ട് ഹീറോയിൽ പോയിരുന്നു. എന്ത് ഡ്രോയിങ് വരയ്ക്കുക, എന്തിപ്പോൾ കാർട്ടൂൺ? അവർ എഴുതിയിരിക്കുകയായിരുന്നു. അവർ നിറയെ ഡ്രോയിങ് വരയ്ക്കാൻ തുടങ്ങി. അവർ ഡ്രോയിങ് വരച്ച ബുക്ക് ഉണ്ടായിരുന്നു, ആ ബുക്ക് എടുത്തുകൊണ്ട് വന്ന് അവർ ഓരോന്ന് ഡ്രോയിങ് വരച്ച് ഇത് വെച്ച് ശരി ഇത് വെച്ച് മമ്മിക്ക് കാട്ടാം പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ആ കുട്ടികൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഹീറോയി വെളിയിൽ പോയിട്ട് പറയുമ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ ജിന്നിൻ്റെ പിറ്റേഴ്സ് മെമ്പർ 7 പേരുണ്ടായിരുന്നു. 7 പേരോടെ ജിന്നി വന്നു. ജിൻ വന്നു. ബാക്കി 6 മെമ്പർ അവരുടെ വൈഫെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ബേബീസ് പറയുമ്പോൾ ഞങ്ങൾ ഇതാണ് പ്രോജക്റ്റ് ചെയ്തത്. ഹീറോ ഷോക്കായിരുന്നു. എന്താടാ പ്രോജക്റ്റ് ചെയ്തോ? അതേ മോം, എന്താ പ്രോജക്റ്റ്? ഇതിൻ്റെ പേര് ഇതാണ്. എന്താടാ ആനിമൽസ്? മോം, ഇത് ആനിമൽസ് എല്ലാം ഉണ്ട് മോം. ഇതിൽ ഹീറോ ആരാ അറിഞ്ഞ? മോം, ഇത് നമ്മളെ ഡാഡി വെച്ചിട്ടാണ് അമ്മ ചെയ്യാൻ പോകുന്നത്. ഹീറോ ഷോക്കായിരുന്നു. എന്താടാ പറയുന്നത്? അതേ മോം, ഞങ്ങളെ വെച്ച് ചെയ്തത് നമ്മളെ ഡാഡി വെച്ച് ചെയ്യാൻ പോവാം. നമ്മ ഡാഡിൻ്റെ സൂപ്പർ. അത് മാത്രമല്ല ഇതിലെല്ലാം ഫാമിലീസും ഉണ്ട്, മനസ്സിലായോ? ജിന്നൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇപ്പം ഇങ്ങനെ സോങ്സ്, വീഡിയോസ് അല്ല കാർട്ടൂൺസ്, ഡ്രോയിങ് ഇങ്ങനെ ഡബ്ബിങ് കൊടുത്തായിരുന്നു. അതിൽ ജിന്നു വോയിസ് കൊടുക്കുമായിരുന്നു. അങ്ങനെ അത് ഫേമസ് ആവാൻ തുടങ്ങിയായിരുന്നു. ടോപ്പ് ഭയങ്കര ഫേമസ് ആവാൻ തുടങ്ങിയ കാർട്ടൂൺ. അതിൽ ജിന്നു വോയിസ് കൊടുത്താൽ ബിറ്റിഎസ് മെമ്പർ അവരുടെ വൈഫ് അവർ ഇതെല്ലാം വോയിസ് കൊടുക്കുമായിരുന്നു. അങ്ങനെ വോയിസ് കൊടുക്കുമായിരുന്നു. അങ്ങനെ അവരും കമ്പനിയോട് പറഞ്ഞാണ് അവർ സ്വന്തം ഇങ്ങനെ ചെയ്യായിരുന്നു. അവരുടെ കമ്പനിയിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ പറഞ്ഞായിരുന്നു ഇത് പുതിയ പ്രോജക്റ്റ്, ഇത് ഫേമസ് അവർ വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇത് നമ്മളെ കുട്ടീൻ്റെ ആഗ്രഹം, അതുകൊണ്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ അത് ഫേമസ് ആവുന്നുണ്ട്. നിറയെ ആർമീസ് പറയുന്നത് വാവ് ഇങ്ങനെ അവർ ജിൻ പറയുന്നത്. ബിറ്റിഎസ് മെമ്പർ 7 പേര് വന്നായിരുന്നു. അവർക്ക് ഓട്ടോഗ്രാഫ് സർ ഞങ്ങൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതല്ല ബേബീസ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഹീറോയിൻ ഉണ്ടായിരുന്നു. ഹീറോയിനാൽ മേൽ ക്യാരക്ടർ അതിൽ ക്യാരക്ടറുണ്ട്. ഇങ്ങനെ ഓരോന്ന് വോയിസ് പറഞ്ഞു തരും. മാം സൂപ്പറായിട്ടുണ്ടായിരുന്നു. ശരി, ഓക്കെ, എങ്ങനെയുണ്ട്? വോയിസ് നല്ല സൂപ്പറായിട്ട് കൊടുത്തതായിരുന്നു. അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അത് മാത്രമല്ല വില്ലൻ ക്യാരക്ടറെല്ലാം ആക്ടിങ് ചെയ്തത്. അത് വില്ലൻ ക്യാരക്ടർ പറഞ്ഞാൽ അത് ഹീറോയുടെ ഫ്രണ്ടാണ് ക്യാരക്ടർ. വില്ലൻ ക്യാരക്ടറായിട്ട് ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് വില്ലൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചത്. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നത് മച്ചി വില്ലൻ ക്യാരക്ടർ നീയും അഭിനയിച്ചായിരുന്നു അല്ലേ? ഡാൻസ് മച്ചി, ഞാൻ വില്ലനെ രക്ഷിക്കും. അങ്ങനെ ഫൈറ്റ്, ഒരു ഹസ്ബൻഡ് വൈഫാണ് അതിൽ ഫൈറ്റ് ചെയ്തത്. നല്ലത് സൂപ്പർമാൻ. സൂപ്പർമാനെ എന്നെ ചെയ്ത് വെച്ചല്ലോടി അടി പാവിയെന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. അത് അവൾക്കൊരു കുട്ടി കാലത്തിൽ സൂപ്പർമാനാണ് ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഹീറോയിൻ അതിൽ സൂപ്പർ